ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയെ വിളിക്കുകയാണ് പിങ്കി. അതിനുശേഷം നന്ദയോട് പറയുകയാണ് ഫംഗ്ഷന് വരണമെന്ന്. എന്ത് ഫംഗ്ഷനാണെന്ന് പറഞ്ഞില്ലല്ലോ പിങ്കി, അതെന്താണെന്ന് ആദ്യം പറ. അതായത് നന്ദ, എൻ്റെയും ഗൗതമിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ആകെ ഞെട്ടിത്തരിച്ചു നിന്ന് പോവുക. അപ്പോൾ നന്ദയുടെയും ഗൗതത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയെ കുറിച്ചാണ് നന്ദ ഇവിടെ ആലോചിക്കുന്നത്. അതെല്ലാം ആലോചിച്ചതിന് ശേഷം നന്ദ പറയുകയാണ്, പിങ്കി എനിക്ക് വരാൻ പറ്റില്ല. നന്ദ അങ്ങനെ പറയരുത് നന്ദ, നീ വരണം. നീ ഇവിടെ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നോ? എന്തിന് ഞാൻ അങ്ങോട്ട് വരണം? അതിൻ്റെ യാതൊരു കാര്യമില്ല. എനിക്ക് എൻ്റേതായ ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിങ്കി. അതുകൊണ്ട് ഞാൻ വരാൻ പോകുന്നില്ല. നന്ദ പ്ലീസ് നന്ദ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾക്കെന്ത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതല്ല, നന്ദുമോനെങ്കിലും ഓർത്തിട്ട്, നന്ദുമോൻ്റെ മാനസിക സ്ഥിതിയെങ്കിലും ഓർത്തിട്ട് ഒന്ന് വരണം. അപ്പം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മനസ്സിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ? എനിക്കുണ്ട് പിങ്കി മാനസിക ബുദ്ധിമുട്ട്. ആ കാര്യമെങ്കിലും പരിഗണനത്തിലെടുക്കണം. എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ ഇനി തീരുമാനം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ, അതിനിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വെറും ഒരു ഡോക്ടർ മാത്രമാണ്. നിങ്ങളുടെ ഫാമിലിയുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. പിന്നെ പിങ്കി, വേറൊരു കാര്യം ചിന്തിക്കണം. ആ ഫാമിലിയിലുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചു എന്ന് തന്നെയല്ലേ? അങ്ങനെ തന്നെ ഇനിയും വിചാരിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഇനി എന്നെ വിളിക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ടാക്കുക. ഫോൺ കട്ടായി കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുക. കാരണം നന്ദ ജീവിച്ചിരിക്കുന്നുണ്ട്, എന്നിട്ടും ഗൗത്തിൻ്റെയും പിങ്കിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താനാണ് അവിടെ എല്ലാവർക്കും വല്ലാത്ത താല്പര്യം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി നന്ദുമോൻ്റെ കാലിങ്ങനെ പതിയെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട് മോനെ, നല്ല ആശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആശ്വാസമുണ്ട് മുത്തശ്ശി. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെ എന്തൊക്കെ പരിപാടികളായിരിക്കും? പായസമൊക്കെ ഉണ്ടാക്കുമോ മുത്തശ്ശി? പിന്നെ അല്ലാതെ, പായസമൊക്കെ ഉണ്ടാക്കാതെ? പായസം ഉണ്ടാക്കും, പലതരം കറികൾ ഉണ്ടാക്കും, പരിപ്പറി ഉണ്ടാക്കും, പപ്പടം ഉണ്ടാക്കും. എന്നിട്ട് പരിപ്പ് കറിയിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് പപ്പടം പൊടിച്ച് മോന് വാരി വാരി തരുമല്ലോ. അല്ല, കേക്ക് ഉണ്ടാകുമോ? പിന്നെ കേക്കല്ലേ പ്രാധാന്യം. ഇവിടെ കേക്ക് കട്ടിയിലൊക്കെ ഉണ്ട്. നന്ദുമോന് എന്തോരം കേക്ക് തിന്നും? ഞാൻ വലിയൊരു കഷ്ണം കേക്ക് തിന്നും. അമ്പടെ കേമാ, ചോറ് തരാൻ നേരത്ത് ഓടി ഒളിക്കുന്ന ആളാണല്ലോ. ഇപ്പം കേക്ക് കുറേ തിന്നും അല്ലേ? അത് ചോറല്ലേ അച്ഛമ്മേ, ഇത് കേക്കല്ലേ. കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കേക്ക് കുറേ തിന്നും. ഇങ്ങനെ ഇവർ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിങ്കിയും ഗൗതവും കൂടി അങ്ങോട്ട് വരുന്നത്. അച്ഛമ്മയും മോനും കൂടി എന്താ ഈ സംസാരം? കൊച്ചിനോടെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ കേട്ട് നമ്മുടെ നന്ദുമോനാണെങ്കിൽ, പപ്പ എല്ലാവരെയും ക്ഷണിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഡോക്ടർ ആൻറ്റിയെയും ഗൗരിക്കുട്ടിയെയും ക്ഷണിച്ചോ പപ്പ? ഇത് കേട്ട ഗൗതൊന്നും മിണ്ടുന്നില്ല. ഗൗതാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്താ പപ്പ, ഞാൻ പറയുന്നത് കേട്ടില്ലേ? പപ്പക്ക് എന്തത്ര ഗൗരവം? മോനെ, അതെ, പപ്പ പോലീസല്ലേ, അതുകൊണ്ടാണ് പപ്പ ഗൗരവം കാണിക്കുന്നത് കേട്ടോ. അതൊന്നും മോൻ കാര്യമൊക്കെ നിൽക്കണ്ട. പറ പപ്പ, പപ്പയോടല്ലേ ഞാൻ ചോദിച്ചത്. ഡോക്ടർ ആൻറ്റിയെയും ഗൗരിയെയും ക്ഷണിക്കുക പപ്പ, ആ കാര്യം പപ്പ പറ. വീണ്ടും ഒന്നും മിണ്ടുന്നില്ല. ഇതെന്താ അച്ഛമ്മേ പപ്പ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞല്ലോ, പപ്പ ചുമ്മാ ഒരു ഗൗരവം കാണിക്കാന്നേ. ഡോക്ടർ ആൻറ്റിയെയും ഗൗരിയെയും വിളിച്ചാൽ പോലെ, അത് ഈ അച്ഛമ്മ വിളിച്ചാൽ മതിയോ? മതി. താങ്ക് യു അച്ഛമ്മേ. പക്ഷേ പപ്പയും വിളിക്കണം. പറ, ഇൻവൈറ്റ് ചെയ്യോ? അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ, ഗൗതം എന്താ ഗൗതം ഇത്ര വാശി? അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലേ? ഗൗതം തിരിങ്ങനെ വാശി പിടിക്കുന്നത്, അതൊന്ന് സമ്മതിച്ചു കൊടുക്ക് എന്നിങ്ങനെ പറയുക. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമാണെങ്കിൽ, നന്ദുമോനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വാശി പിടിക്കാനായിട്ട് നിൽക്കരുത്. ചില കാര്യങ്ങൾ മാത്രമേ പപ്പയ്ക്ക് സാധിച്ചു തരാനായിട്ട് പറ്റുള്ളൂ. അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നന്ദുമോനെ പപ്പയ്ക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഒരുപാട് നന്ദുമോനെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ പപ്പ അതിന് സാധിച്ചു തരുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കാനായിട്ട് നിൽക്കരുത്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണം പപ്പ. ഈ ഒരു ഫംഗ്ഷന് ഡോക്ടർ ആൻറ്റിയെ വിളിക്കണം, അവർ വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, ശരി വിളിക്കാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദുമോന് സന്തോഷമാകുക. അപ്പോൾ നന്ദുമോൻ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ ഈ
ഗൗതത്തിന് ആകെ ടെൻഷൻ കൂടിയിരിക്കുന്ന സമയത്ത് ലക്ഷ്മി ഒന്ന് പറയുകയാണ്, അതെ അവൾ വരണമെങ്കിൽ വരട്ടേന്നേ, അവളെന്നാലും കാണട്ടെ. ആഹാ, അമ്മയും ഇത് തന്നെയാണോ പറയുന്നത്? അല്ല, അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്താനാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്കാണല്ലോ ഇപ്പോൾ താല്പര്യം കൂടുതലായിട്ട് തോന്നുന്നത്. അയ്യോ, എനിക്കെന്ത് താല്പര്യം? അവളുടെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. പിന്നെയാണ് അവൾ ഈ വീട്ടിലേക്ക് വരുന്ന കാര്യം. എനിക്ക് അവളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ നന്ദുമോൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ. ദേ, അവളെ വിളിച്ചാൽ വരാനൊന്നും പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ, ഞാൻ വിളിച്ചായിരുന്നു, നന്ദ വരില്ല. വരില്ലെന്നോ? പിങ്കി നീ വിളിച്ചായിരുന്നോ? അതെ, ഞാൻ വിളിച്ചായിരുന്നു. എന്നിട്ടെന്താ നീ ആ കാര്യം ഞങ്ങളോട് പറയാതിരുന്നത്? അല്ല, നന്ദുമോൻ്റെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാ. നന്ദുമോൻ എന്തിനാ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? അതുകൊണ്ടാ പറയാതെ വിട്ടത്. നന്ദയെ ഞാൻ വിളിച്ചായിരുന്നു, ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു. പക്ഷേ അവൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു ഞാൻ വരില്ല എന്ന്. കണ്ടോ, അവൾ വരില്ല. അല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താ? നന്ദയെ ഇവിടെ ക്ഷണിച്ച് വരുത്തിയിട്ട് എല്ലാം കാണട്ടെ എന്നാണോ? കാണട്ടെ മോനെ, അതിനെന്താ കുഴപ്പം? ഓ, മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും കൂടി അപ്പോൾ പ്ലാൻ ചെയ്തിട്ടാണല്ലേ? നന്ദ ഇതെല്ലാം കണ്ടിട്ട് നന്ദ സ്വയം അങ്ങോട്ട് ഒഴിഞ്ഞു പോകണം. ഇതാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്. ഇത് കിട്ടുമ്പോഴേക്കും ഞങ്ങൾ പ്ലാനോ? എന്ത് പ്ലാൻ? അപ്പം പിങ്കിയുടെ ഒടുക്കത്തെ അടവ് പ്രയോഗിക്കണം അവിടെ. ഗൗതം, ചുമ്മാ മനസ്സിലുള്ള കാര്യങ്ങൾ ചുമ്മാ പറയാൻ നിൽക്കരുത്. ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. നന്ദമോൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, അതുകൊണ്ട് നന്ദയെ വിളിക്കാനായിട്ട് ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിനിപ്പോൾ ഞങ്ങളോട് കൂടുതൽ തർക്കിച്ചോടൊന്നും കാര്യമില്ല ഗൗതം. എന്തായാലും ശരി. ഇതൊക്കെ വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇനിയിപ്പോൾ അവനെ പറഞ്ഞ് എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് ഒരു ആലോചന എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു ഗൗരിയെ വിളിക്കുക. അപ്പോൾ ഗൗരിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിക്കുട്ടി എന്നാണ്. ആഹാ, ഇതെന്താ ഗൗരിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്? നന്ദുമോൻ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണെന്ന് തോന്നല്ലോ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി നന്ദൂട്ടാ? അതേ, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ. നമ്മൾ രണ്ടുപേരും കാണാനായിട്ട് പോവാനോ? അതെങ്ങനെ? അതിനെ ഒന്നെങ്കിൽ നന്ദുമോൻ ഇങ്ങോട്ട് വരണ്ടേ, അല്ലാതെ എന്ത് ചെയ്യാനാ? അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഗൗരിക്കുട്ടിയും ഡോക്ടർ ആൻറ്റിയും കൂടി എന്നെ കാണാൻ ഇങ്ങോട്ട് വരും. ഇതെന്തൊക്കെയാ നന്ദുമോനെ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. എൻ്റെ പപ്പയുടെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാ. അതിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനാ. അയ്യോ, പക്ഷേ ഞങ്ങളാരെയും വിളിച്ചില്ലല്ലോ. പക്ഷേ വിളിക്കും. എൻ്റെ പപ്പ ഗൗരിക്കുട്ടിയെയും ഡോക്ടർ ആൻറ്റിയെയും വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആണോ? സത്യമാണോ? എങ്കിൽ വരുമോ എൻ്റെ വീട്ടിലേക്ക്? പിന്നെ തീർച്ചയായിട്ടും വരും. എങ്കിൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. ഇവർ കൊച്ചാണെങ്കിൽ രണ്ട് പിള്ളേരും ഭയങ്കര സന്തോഷത്തിൽ. ഇതേ സമയം തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ലക്ഷ്മി ആണെങ്കിൽ സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട്, പവിത്രയാണെങ്കിൽ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട ലക്ഷ്മി ആണെങ്കിൽ, പവിത്ര നീ എന്തേ കാണിക്കുന്നത്? നീ ബലൂൺ വീർപ്പിക്കുന്നോ? നിനക്ക് ശ്വാസം മുട്ടില്ലേ? ശ്വാസം മുട്ടാനോ? ഞാൻ നേരത്തേക്ക് എന്തോരം ബലൂൺ വീർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഒരുപാട് ബലൂൺ വീർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പോലെയാണോ? ഇപ്പം നിനക്കതിനെ പറ്റുമോ? എനിക്കെന്താ കുഴപ്പം? എൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. ശരീരത്തിന് ഒരു കുഴപ്പമില്ലെന്നോ? നീ പ്രഗ്നൻ്റ് അല്ലേ പവിത്ര? അത് നീ മറന്നുപോയോ? അതോ? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം മറന്നു പോകുമല്ലോ. കാരണം എനിക്കിവിടെ ഒരു പരിഗണനയും തരുന്നില്ലല്ലോ. എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ആരും വെക്കുന്നില്ല. ഓഹോ, എന്നിട്ടാണോ പവിത്രേ നിനക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ഒക്കെ രാവിലെ നിന്റെ അമ്മായിയമ്മ നിനക്ക് വായി വെച്ച് തരുന്നത് കണ്ടത്? അപ്പം എന്താ പരിഗണിക്കുന്നില്ല എന്നാണ്? അയ്യോ അമ്മായി, ഞാനത് ചുമ്മാ തമാശ പറഞ്ഞല്ലേ. അവളുടെ തമാശ, ഇത്തരത്തിലുള്ള തമാശയൊന്നും വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുമോൻ വാതിക്കെ പോയി ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക, നന്ദയും ഗൗരിയും വരാൻ വേണ്ടി തന്നെ. അപ്പോൾ പുറകെ വന്നിട്ട് ഗൗതം കണ്ണുകുത്തുകയാണ്. പപ്പ എന്ന് പറഞ്ഞുകൊണ്ട്. നിനക്കെങ്ങനെ മനസ്സിലായി? പപ്പ ഇന്ന് സിഗരറ്റ് വലിച്ചല്ലേ? അയ്യോ പതുക്കെ പറയടാ, ഇവിടെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പപ്പയുടെ തല എടുക്കും. അപ്പോൾ പിങ്കി വന്നിട്ട് എന്താ പപ്പയും മോനും കൂടി എന്താ സംസാരം? അല്ല അതെ, നന്ദുമോൻ ഇവിടെ നിൽക്കുന്നു. എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ കുറേ നേരമായി നന്ദുമോൻ അന്വേഷിക്കുന്നു. നന്ദുമോൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ ഞാൻ ഡോക്ടർ ആൻറ്റിയെയും ഗൗരിക്കുട്ടിയെയും നോക്കി നിൽക്കുകയായിരുന്നു. അവർ വരട്ടെ. അയ്യോ മോനെ, എന്തിനാ മോനെ അവരെ കാത്തു നിൽക്കുന്നത്? അവർ വരില്ല. വരില്ലെന്നോ? അപ്പം പപ്പ അവരെ ഇൻവൈറ്റ് ചെയ്തില്ലേ? അവർ വരുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പിങ്കി, എന്തിനാ ഗൗതം പറയാൻ പോയത്? അറിയട്ടെ, കൊച്ചു കാര്യങ്ങളെല്ലാം അറിയട്ടെ. ഇവിടെ കാത്തു നിൽക്കാനുള്ള ഇതില്ലല്ലോ, അപ്പം അതുകൊണ്ട് അറിയട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞത് വരൂന്നല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട
എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു നേരെ അകത്തേക്ക് കയറി പോവുക. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനും പിങ്കിക്കും ആകെ ടെൻഷൻ കൂടി. അങ്ങനെ കൊച്ചു പോയി കഥ കടച്ചിട്ട് ഒരു റൂമിൽ ഇങ്ങനെ അടച്ചു കൂടിയിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ കൂടി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരിയും അതേപോലെ തന്നെ മോന്ത കുറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ എന്നിട്ട് ഗൗരി ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, പോയി ഭക്ഷണം കഴിക്കുക. വേണ്ട, എനിക്കൊന്നും വേണ്ട. ദേ നമുക്ക് പോകാം നന്ദുവിൻ്റെ വീട്ടിലേക്ക്, അവിടെ വെഡിങ് ആനിവേഴ്സറി നടക്കുമല്ലേ, അപ്പം നമുക്ക് പോയാലോ. പോകണ്ടെന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്ദുവിൻ്റെ പപ്പ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കവിടെ പോകാം. അവിടെ കേക്ക് കട്ടിയിലും ഒക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, അതൊക്കെ അവരുടെ ഫാമിലി ഫങ്ഷൻസാണ്. അതൊക്കെ നമുക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ആ കാര്യങ്ങളൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്. അപ്പം അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് പോകണം. ഗൗരി, എനിക്ക് കലി വരുന്നുണ്ട്, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചോളണം, അല്ലെങ്കിൽ നല്ല തല്ലി വെച്ച് തരും. പോയി ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക്. ഞാൻ കഴിക്കുന്നില്ല. എന്താ അതുപോലെ? കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, വിശക്കുമ്പോൾ തനിയെ വന്ന് കഴിച്ചോളും. എപ്പോഴും ഞാൻ പുറകെ നടക്കുമെന്ന് വിശ്വാസം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ദേഷ്യപ്പെട്ട് നേരെ അകത്തേക്ക് കയറി പോവുക. ഗൗരി ആണെങ്കിൽ ആകെ കരച്ചിൽ. അങ്ങനെ നന്ദൂട്ടൻ റൂമിൽ കയറി കഥ കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിങ്കി വന്നിട്ട് മോനെ കഥക് തുറക്കും മോനെ, നീ എന്താ കാണിക്കുന്നത്? ഇല്ല, ഞാൻ കഥക് തുറക്കില്ല, ഡോക്ടർ ആൻറ്റിയും വരട്ടെ എന്നിട്ട് ഞാൻ കഥക് തുറക്കുള്ളൂ, അതുവരെ ഞാൻ കഥക് തുറക്കില്ല മോനെ. നീ അങ്ങനെ പറയല്ലേ, അമ്മയുടെ പൊന്നു മോനല്ലേ, നീ കഥക് തുറക്കടാ. അപ്പോൾ ഗൗതം വന്നിട്ട് ചോദിക്കണം എന്താന്ന്. അപ്പോൾ ഗൗതത്തിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോനെ നന്ദൂട്ടാ കഥക് തുറക്കും മോനെ. ഇല്ല പപ്പയല്ലേ പറഞ്ഞത് ഡോക്ടർ ആൻറ്റി ഇൻവൈറ്റ് ചെയ്യാന്ന്. എന്നിട്ട് എന്താ പപ്പ ഡോക്ടർ ആൻറ്റിയെ വിളിക്കാതിരുന്നത്? ഞാൻ കഥക് തുറക്കില്ല പപ്പ, ഡോക്ടർ ആൻറ്റിയെ വിളിക്ക്. അപ്പോൾ പിങ്കി പറയാ ഗൗതം പോയി വിളിക്ക്, എന്നാലേ നന്ദ വരുവോളൂ, ഒന്ന് പോയി വിളിക്ക്, അല്ലെങ്കിൽ നന്ദൂട്ടൻ്റെ അവസ്ഥ അറിയാലോ. അവനൊക്കെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഒരു ഫംഗ്ഷനും ഇല്ല. അപ്പം നമ്മുടെ ഗൗതം ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി നന്ദമോനെ, പപ്പ പോയി ഡോക്ടർ ആൻറ്റിയെ വിളിക്കാം, ലവ് യു പപ്പ എന്ന് പറയുക. ലവ് യു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അങ്ങോട്ട് ഇറങ്ങുക. ഗൗതം ഇറങ്ങി നേരെ നന്ദയുടെ വീട്ടിലേക്ക്. അപ്പോൾ നന്ദയുടെ വീട്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഗൗരിമോള് ആകെ സങ്കടപ്പെട്ട് ഗൗരിമോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആഹാ, നന്ദൂട്ടൻ്റെ പപ്പ വന്നോ? ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നാണല്ലേ. വിളിക്കാൻ വരുമെന്ന് നന്ദൂട്ടൻ പറഞ്ഞായിരുന്നു, പക്ഷെ പപ്പയെ കണ്ടില്ല. അതുകൊണ്ട് കാത്തിരുന്ന് ഞാനിവിടെ ഉറങ്ങിപ്പോയി. എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ? നന്ദൂട്ടനെ ഗൗരിയെക്കുട്ടിയും കാത്തോണ്ടിരിക്കുക. അപ്പോഴാണ് നന്ദ വരുന്നത്. എന്താ ഗൗതം സർ, എന്താ വന്നത്? ദേ അമ്മേ, നമ്മളെ രണ്ടുപേരെയും കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. കൊണ്ടുപോകാനോ? എവിടെ കൊണ്ടുപോകാനായിട്ട്? അത് അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ? ദേ നന്ദൂട്ടൻ്റെ വീട്ടിലേക്ക്. എന്താ ഫംഗ്ഷൻ ഗൗതം സാർ? എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അത് പിന്നെ ഫംഗ്ഷൻ എന്താണെന്ന് പറ ഗൗതം സാർ, എന്നാലല്ലേ അറിയുള്ളൂ. അപ്പം നമ്മുടെ ഗൗരി എന്താ അമ്മയോട് പറഞ്ഞല്ലേ ആനിവേഴ്സറി ഫംഗ്ഷൻ ആണെന്ന്? ഗൗരി നിന്നോട് ചോദിച്ചില്ല, മറുപടി പറഞ്ഞാൽ പോരെ അമ്മേ, പിന്നെ എന്താ കാര്യം? ദേ നമുക്ക് പോകാം. എങ്ങോട്ടും പോകുന്നില്ല ഗൗതം സാർ, വന്ന വഴിയെ തിരിച്ചു പോയിക്കോ. നിങ്ങൾക്ക് നാണമില്ലേ? കുറച്ചെങ്കിലും എളുപ്പമുണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരാനായിട്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ ഗൗരി കിടന്ന് വാശി പിടിക്കുകയാണ്. ഗൗരി മിണ്ടാതെ പൊയ്ക്കോളാം, അല്ലെങ്കിൽ ശരിയാക്കി ഞാൻ. അപ്പോൾ നമ്മുടെ ഗൗതം എന്നാൽ പിന്നെ ഗൗരിയെങ്കിലും വിടാനായിട്ട് മനസ്സില്ല, നിങ്ങൾ പോകാൻ നോക്ക് ഗൗതം സാർ. അങ്ങനെ ഗൗരിയെ വഴക്ക് പറഞ്ഞിട്ട് ഓടിക്കുക. അപ്പോൾ ഗൗതം പറയാ, ദേ നമ്മൾ രണ്ടുപേരുടെ മനസ്സിൽ തീക്കനലുകൾ ഒരുപാടുണ്ട്, പക്ഷേ അത് കുട്ടികളോട് തീർക്കണം, അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ദേ ഒന്ന് വരാൻ പാടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് വീണ്ടും നാണം കെട്ടി ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഗൗതം സാർ? പോകാൻ നോക്ക്, ഞങ്ങൾ രണ്ടുപേരും വരില്ല, ആ കുടുംബത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കില്ല എന്ന് നന്ദ വാശി പിടിക്കുക. ഈ സമയം തന്നെ നമ്മുടെ നന്ദു ആണെങ്കിൽ കഥക് തുറക്കുന്നില്ല. അപ്പോൾ പിങ്കി വന്ന് പറയാ, ഏതായാലും ഡോക്ടർ ആൻറ്റി വിളിക്കാനായിട്ട് പോയിരിക്കല്ലേ, അവരിപ്പോൾ വരും, ഏതായാലും നന്ദുട്ടൻ കഥക് തുറക്ക്. ഇല്ല, അവർ വരട്ടെ, അവർ വന്നതിന് ശേഷമേ ഞാൻ കഥക് തുറക്കുള്ളൂ. അങ്ങനെ പറയല്ലേ മോനെ, അവർ വരുമ്പോഴത്തേക്കുവേ ഇതേ നമുക്ക് എല്ലാം നടത്തി വെക്കണ്ടേ? വേണ്ട, അവർ വരട്ടെ. ഇനി പപ്പ വിളിച്ച് അവർ വന്നില്ലെങ്കിലോ? അവർ വന്നില്ലെങ്കിൽ ഞാൻ കഥക് തുറക്കില്ല. അതല്ല, പപ്പ വിളിച്ച് വന്നില്ലെങ്കിൽ മോൻ വിളിച്ച് നോക്ക്, മോൻ വിളിച്ച് ചിലപ്പോൾ അവർ വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.